രോഹിത് ഗുരുനാഥ് ശർമ്മ. അയാളുടെ കരിയർ ഇനിയധികം നീണ്ടുപോകില്ലെന്ന് ക്രിക്കറ്റ് ലോകത്തിന് അറിയാവുന്നതാണ്. എങ്കിലും എത്ര നാൾ ആ ബാറ്റിംഗ് വിരുന്ന് ആസ്വദിക്കാൻ കഴിയും? ഒരിക്കലും മറക്കാത്ത ഗെയിം പ്ലാനുകൾ രോഹിത് ശർമ്മയിൽ തുടരുമോ? ആരാധക മനസ്സിലെ ഈ ചോദ്യങ്ങൾക്ക് ഒടുവിൽ മറുപടിയായി. ടെസ്റ്റ് ക്രിക്കറ്റിലെ വെള്ളക്കുപ്പായത്തിൽ ഇനി രോഹിത് ശർമ്മ ഉണ്ടാവില്ല. യുവതലമുറയ്ക്ക് വഴിമാറാൻ സമയമായിരിക്കുന്നു. ആ ബോധ്യമുള്ളതുകൊണ്ടാവാം അപ്രതീക്ഷിതമായി രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. പതിനെട്ട് വർഷമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ സാന്നിധ്യമായിരുന്ന താരം 2007 രാഹുൽ ദ്രാവിഡിന്റെ ടീമിൽ ഏകദിന അരങ്ങേറ്റം. ഇന്ത്യൻ ക്രിക്കറ്റിലെത്തി മാസങ്ങൾക്കുള്ളിൽ 2020 ലോക ചാമ്പ്യനായ താരം. മോശമല്ലാത്ത പ്രകടനങ്ങൾ കൊണ്ട് രോഹിത് ശർമ്മ ക്രിക്കറ്റ് ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി പ്രതീക്ഷയെന്ന് വാഴ്ത്തപ്പെട്ടു. പക്ഷേ അത്രമേൽ എളുപ്പമായിരുന്നില്ല രോഹിത് ശർമ്മയുടെ പിന്നീടുള്ള യാത്ര. ഒരു മധ്യനിര ബാറ്ററായിട്ടാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൽ കരിയർ ആരംഭിച്ചത്. പലപ്പോഴും പ്രതിഭയോട് നീതി പുലർത്തുന്ന പ്രകടനം രോഹിത്തിൽ നിന്നുണ്ടായില്ല. ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇത് 2011 ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ ഇടം നഷ്ടമാക്കി. കടുത്ത നിരാശയുടെ കാലഘട്ടമെന്നാണ് അക്കാലത്തെ പിന്നീട് രോഹിത് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 2012 മുതലാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ തലവര മാറിമറിഞ്ഞത്. വീരേന്ദർ സെവാഗിന്റെ മോശം ഫോം മറ്റൊരു ഓപ്പണറെ കണ്ടെത്താൻ ഇന്ത്യൻ ക്യാപ്റ്റൻ MS ധോണിയെ നിർബന്ധിതനാക്കി. മുമ്പ് പലതവണ പരീക്ഷിച്ചു നോക്കിയ ആ തീരുമാനം സ്ഥിരമായി നടപ്പിലാക്കാൻ ധോണി തീരുമാനിച്ചു. മധ്യനിരയിൽ നിന്ന് രോഹിത് ശർമ്മയെ ഓപ്പണറുടെ റോളിൽ കളിപ്പിക്കുക. 2000-ങ്ങളിൽ വീരേന്ദർ സെവാഗിനെ മധ്യനിരയിൽ നിന്നും ഓപ്പണറാക്കിയ സൗരവ് ഗാംഗുലിയുടെ അതേ തീരുമാനം. ഇത്തവണ രോഹിത് ശർമ്മയിലൂടെ MS ധോണി അതേ തീരുമാനം വീണ്ടും നടപ്പിലാക്കി. പിന്നെ അതിവേഗം സെവാഗിന് പകരക്കാരനായി രോഹിത് ഇന്ത്യൻ ക്രിക്കറ്റിൽ സ്ഥാനമുറപ്പിച്ചു. ടീമിന് ആവശ്യമായ മികച്ച തുടക്കം നൽകുക, സ്വന്തം വിക്കറ്റിന് വില നൽകാതെ അതിവേഗം റൺസ് സ്വന്തമാക്കുക. രോഹിത് ശർമ്മ ആരാധക മനസ്സുകളിൽ ഹിറ്റ്മാൻ എന്ന പേരിലേക്ക് മാറിക്കൊണ്ടിരുന്നു. IPL-ൽ 5 തവണ മുംബൈ ഇന്ത്യൻസിനെ ചാമ്പ്യന്മാരാക്കി. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നായകസ്ഥാനത്ത് രോഹിത് എത്താൻ 2021 വരെ കാത്തിരിക്കേണ്ടി വന്നു. 4 വർഷത്തിൽ 2020 ലോക കിരീടവും ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യക്ക് സ്വന്തമായി. വർഷങ്ങൾ നീണ്ട ICC കിരീടത്തിനായുള്ള ഇന്ത്യൻ കാത്തിരിപ്പ് അവസാനിച്ചു. ഹിറ്റ്മാന് ഇപ്പോൾ പ്രായം 38. സമീപകാലത്തെ ബാറ്റിംഗിലെ മോശം പ്രകടനത്തെ തുടർന്ന് അയാളുടെ ടീമിലെ സാന്നിധ്യം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹിറ്റ്മാന്റെ ആത്മവിശ്വാസത്തിന് തിരിച്ചടിയേറ്റു. അത് നായക മികവും നഷ്ടമാകാൻ കാരണമായി. ഒടുവിൽ അയാൾ തീരുമാനിക്കുകയാണ്, ഇക്കാലം അത്രയും നൽകിയ ആരാധക പിന്തുണയ്ക്ക് നന്ദി, ഏറ്റവും മികച്ച സമയത്ത് കളമൊഴിയുന്നു.